കിണർ മണ്ണിട്ട് ഫില്ലാക്കാൻ പോകുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വർക്ക് കിണർ മണ്ണിട്ട് തൂർക്കുക എന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ കിണർ മണ്ണിട്ട് തൂർക്കുന്നത് എന്ന്. അതും ഉപയോഗിക്കുന്ന കിണർ. അത് നമുക്ക് കിണറിൻ്റെ അടിയിലെ സ്ഥിതി കാണാം. കിണറിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഷീറ്റ് കൊണ്ടും പലക ഉപയോഗിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് കിണർ മൂടിയതായി കാണാം. ഈ കിണർ 25 പടവ് താഴ്ചയുള്ള കിണറാണ്. ഏകദേശം 13 പടവിൻ്റെ അടിയിൽ നിന്ന് താഴോട്ട് മുഴുവനായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. 2.5 കോൽ വിസ്താകൃതിയിലുള്ള കിണറാണ്. ഈ കിണറിൻ്റെ താഴ്ഭാഗത്തിൽ നിന്നും 5 പടവ് പടുത്തുയർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഷീറ്റ് കൊണ്ട് ഹൈറ്റ് ഇട്ടത്. 2.5 മീറ്റർ വിസ്താകൃതിയാണെങ്കിലും കിണറിൻ്റെ ഉള്ളിലോട്ട് 3 മീറ്ററോളം ഗുഹാരൂപത്തിലാണ് ഈ കിണർ താഴോട്ട് പൊട്ടി വീണത്. ഇനിയുള്ള വർക്ക് 3 വരി പടവ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഹൈറ്റ് ഇട്ട് കൊടുക്കുകയും മുകളിൽ സ്റ്റോക്ക് ചെയ്ത മണ്ണ് താഴോട്ട് ഇട്ട് കൊടുക്കുക എന്നതാണ് ഇനിയുള്ള വർക്ക്. ഈ കിണർ വർക്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പണി എന്നത് ഈ മണ്ണ് ഫില്ല് ചെയ്യുക എന്നതാണ്. കുട്ടയോ അർബാനയോ ഉപയോഗിച്ച് മണ്ണ് താഴോട്ട് ഇറക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റാകും. ആ ഒരു ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഞങ്ങൾ ഉപയോഗിക്കാൻ കാരണം. കിണറിൻ്റെ ഉൾഭാഗത്ത് മുഴുവനായിട്ട് ഹൈറ്റ് ഇട്ടതിന് ശേഷം കിണറിൻ്റെ മുകൾ ഭാഗത്തിൽ നിന്നും താഴോട്ട് അർബൻ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് ഹൈറ്റിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. പടുത്തു വെച്ച പടവിൻ്റെ പിൻഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് മുകൾ ഭാഗത്തിൽ നിന്നും താഴോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സൈഡ് ഭാഗത്തേക്ക് മുഴുവനും മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.